നമ്മുടെ നാടിനെന്നും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് നിയമസഭാ പുസ്തകോത്സവം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഞാൻ ജനിച്ചത് 83-ൽ. ഒരു 88 തൊട്ട് 98 വരെയുള്ള ഏത് സിനിമയും തിരുവനന്തപുരത്ത് ഏത് തിയേറ്ററിൽ ഇറങ്ങി എന്നുള്ളത് ഇപ്പോഴും രജിസ്റ്റേർഡാണ്. തമാശ പറയല്ല. ഈ കുട്ടിക്ക് എല്ലാറ്റിനെയും കുറിച്ച് ഒരു സാമാന്യ ധാരണയുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ എഡിസൻ്റെ അമ്മ പറഞ്ഞു, പക്ഷെ ഒന്നിനെയും കുറിച്ച് കാര്യമായൊരു ധാരണയുമില്ല എന്ന് പറഞ്ഞു. നമ്മൾ ശരിക്കും നന്ദി പറയേണ്ടത് ഈ OTT-കളോടാണ്. OTT-യിൽ മലയാള സിനിമ കണ്ട് മലയാളം കൾച്ചർ ഇഷ്ടപ്പെട്ട് മലയാളം പുസ്തകങ്ങൾ, എൻ്റെ ഫ്രണ്ട്സ് തന്നെ പല ആളുകളും VJ ജെയിംസിൻ്റെ ആൻറ്റി ക്രൈസ്റ്റ് ഒക്കെ വാങ്ങിച്ച ആളുകൾ ഇതുപോലത്തെ പുസ്തകങ്ങളുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറയുകയാണ്. 1948 ജനുവരി 30 പ്രാർത്ഥനാ യോഗത്തിലെത്തിയ ഗാന്ധിജിയെ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ വെടിവെച്ചു കൊന്നു. ആ ആൾക്ക് പേരില്ല. ആരാണ് ആ ആൾ എന്ന് ഗുജറാത്ത് സർക്കാരിനോ മ്യൂസിയം അധികൃതർക്കോ അറിയില്ല. ഇതിനേക്കാൾ ഒരു പടി എനിക്കിപ്പോൾ കൂടുതൽ ഒരു ഭയമുള്ളത് നമ്മുടെ ആകെ മുഴുവൻ നമ്മുടെ സമൂഹത്തിൽ ഇൻ ടോട്ടാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള വയലൻസിൻ്റെ ഒരു കൂടിവരവാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇന്ന് KLIBF-ൻ്റെ കേരള നിയമസഭയുടെ പുസ്തകോത്സവത്തിൻ്റെ ഇവിടെ ശങ്കരനാരായണ തമ്പി ലൗഞ്ചിൽ നടക്കുന്ന ഉച്ചയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ പ്രോഗ്രാമാണ്. ഇന്ന് പുസ്തകങ്ങളെക്കുറിച്ചുള്ള, രാഷ്ട്രീയക്കാരുടെ വായനയെക്കുറിച്ചുള്ള ഈ ഒരു സംഭാഷണം, അതിൻ്റെ ഒരു സംഭാഷണമായിട്ട് കാണാനാണ് ഞാനും പ്രിയപ്പെട്ട ശ്രീ സ്വരാജുമൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സമയമായതുകൊണ്ട് വളരെ തീക്ഷ്ണമായിട്ടുള്ള ആശയങ്ങളിലേക്ക് എത്താതെ വായനയെക്കുറിച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങളും അഭിരുചികളും നിങ്ങളുടെ ചില ചോദ്യങ്ങളുമൊക്കെ എടുക്കാമെന്നുള്ള ഒരു നിലയിലാണ് ഞാൻ നിൽക്കുന്നത്. പ്രിയങ്കരനായിട്ടുള്ള സ്വരാജ്, ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല വായനക്കാരുടെ രാഷ്ട്രീയക്കാരിൽ ഈ തലമുറയിലുള്ള ഒരാൾ ശ്രീ സ്വരാജാണെന്നുള്ളത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു DYFI സെക്രട്ടറി ആകുന്ന സമയത്ത് 2012 എന്തോ ഒരു കഥ കലാകൃതിയിൽ എഴുതിയപ്പോൾ അന്ന് നല്ല കഥയാണെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്ത് അങ്ങനെ പരിചയപ്പെട്ട ഒരാളാണ്. നിരന്തരമായി തന്നെ എഴുതിയുമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ആശയം, ഒരാശയധാരയുടെ ഭാഗമായി നിന്നുകൊണ്ട് ആശയധാര ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുവാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള സംഭാഷണങ്ങളും സംവേദനങ്ങളും ഒക്കെ നടത്തുന്ന ഒരാളാണ് ശ്രീ സ്വരാജ്. നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു ടോപ്പിക് വായനയുടെ രാഷ്ട്രീയം എന്നുള്ളതാണ്. ഈ വായനയുടെ രാഷ്ട്രീയം എന്നുള്ള ടോപ്പിക് നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ വളരെ ഗഹനമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ഈ ഒരു പുസ്തകോത്സവത്തിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് വളരെ തമാശ പറയുന്നത് ഞാൻ കേട്ടു. ഏറ്റവും കൂടുതൽ പ്രസാധകരും ഏറ്റവും കൂടുതൽ എഴുത്തുകാരും ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ പുസ്തകങ്ങളുള്ള സംസ്ഥാനമായി കേരളം മാറി, അല്ലെങ്കിൽ ജില്ലകളെക്കാൾ കൂടുതൽ പുസ്തകോത്സവങ്ങളുള്ള, എല്ലാ വാർഡിലും പുസ്തകോത്സവം നടക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളത് തമാശക്കൊരാൾ ഫേസ്ബുക്കിൽ കുറിച്ചത് ഞാൻ കണ്ടതാണ്. സത്യം പറയുകയാണെങ്കിൽ വലിയൊരു ജനാധിപത്യവൽക്കരണ പ്രക്രിയ ആണ് നടക്കുന്നുള്ളത് ഒരു ഫാക്റ്റാണ്. ഇന്നയാൾക്ക് മാത്രമേ എഴുതാൻ കഴിയുകയുള്ളൂ, ഇന്നയാൾ പറയുന്നത് പോലെ എഴുതാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അതൊരു വളരെ ഒരു ഹെഗമണിയുള്ള ഒരു കാര്യമാണെന്ന് മാറി നിന്നുകൊണ്ട് ആർക്കും എഴുതാം, ആർക്കും പ്രസാദിക്കാം, ആർക്കും ചെറിയ ചെറിയ ഇടങ്ങളുണ്ട്, ചർച്ചകൾ നടത്താം, പുസ്തകങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളത് ഒരു വളരെ ട്രൂലി ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ കേരള നിയമസഭയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ ഭാഗമായി എനിക്ക് ഏറ്റവും കൂടുതൽ, നിയമസഭ എന്ന് പറയുമ്പോൾ ഭരണഘടനയിൽ നോക്കുകയാണെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രയോ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള കൂട്ടായ്മകളുടെ ഭാഗമായി കൊച്ചുകുട്ടികൾ, ടീച്ചർമാർ, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയാണ്. അതൊരു നല്ല കാര്യം തന്നെയാണ്. കേരളത്തിൽ കൂടുതൽ പുസ്തകോത്സവങ്ങളും പുസ്തക ചർച്ചകളും നടത്തേണ്ടത് കാലത്തിൻ്റെ ഒരു അനിവാര്യത തന്നെയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീ സ്വരാജോട് എനിക്ക് ചോദിക്കാനുള്ളത്, രാഷ്ട്രീയക്കാരൻ്റെ വായന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വരാജ് എന്ന വ്യക്തി ഈ ഒരു രാഷ്ട്രീയ നിലപാടുകൾ രൂപീകരിച്ച് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ജനപ്രതിയായിരുന്നു, പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്, ദേശാഭിമാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അപ്പോൾ സ്വരാജ് എന്ന വ്യക്തിയിലെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ബോധം അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധം വളർത്തിയെടുക്കുവാൻ എത്രമാത്രം ആ വായനയുടെ ബൈ പ്രോഡക്റ്റാണോ സ്വരാജ് എന്ന രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയം എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ചോദ്യം.
സത്യത്തിൽ ഇങ്ങനെ ഒരു സെഷനെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ധരിച്ചിരുന്നത്, ഞാനല്ല എനിക്കൊന്ന് ശബരിനാഥ് ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുള്ളത്, ഞാനും ശബരിനാഥും പങ്കെടുക്കുന്ന ഒരു സംവാദം പോലെ ഒരു ആങ്കർ ഒക്കെ ഉണ്ടാവും ഈ പരിപാടിക്ക്. അങ്ങനെയാണ് കരുതിയത്. അതിനുശേഷം ഇപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ തമ്മിലുള്ളൊരു സംസാരം, ഒരു സൗഹൃദ സംഭാഷണം പോലെയാണ് ഇവർ ഈ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ സ്വാഭാവികമായി വരുന്ന ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും വരിക. അതല്ലാതെ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു സംഭാഷണമല്ല ഇത്. സംസാരം ആരംഭിച്ചുകൊണ്ട് ശബരിനാഥ് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളോടെല്ലാം പൂർണ്ണമായ യോജിപ്പാണ്. നമ്മുടെ നിയമസഭ തന്നെ ഒരു മഹത്തായ പുസ്തകോത്സവത്തിൻ്റെ വേദിയായി മാറുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രസാധകരെല്ലാം ഇവിടെ ഒത്തുകൂടുന്നു. എനിക്ക് തോന്നുന്നത്, ഉറപ്പില്ല, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രസാധക സംഘങ്ങളുള്ള, പ്രസാധക സംരംഭങ്ങളുള്ള ഒരു ഭാഷ മലയാളമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഒരു നാട് ഒറ്റയാൾ പ്രസാധക സംരംഭങ്ങളുണ്ട്, 2 പേര് ചേർന്നുള്ളതുണ്ട്. അങ്ങനെ എത്രയോ പുസ്തക പ്രസാധക സംരംഭങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ ആളുകൾ വരുന്നത്. 100 കണക്കിന് പുസ്തകങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നുമുണ്ട്. ഒരുപാട് എഴുത്തുകാരുണ്ടായി വരുന്നു. ഞാനതിനെയും പൂർണ്ണമായിട്ടും ശബരിനാഥ് പറഞ്ഞ പോലെ പോസിറ്റീവായി കാണുന്നു. ഒരുപാട് എഴുത്തുകാരുണ്ടാവട്ടെ, 100 പൂക്കൾ വിടരട്ടെ എന്ന് പറയുന്ന പോലെ. അതിൽ കാലത്തെ അതിജീവിക്കാൻ ശക്തിയുള്ള എഴുത്തുകൾ അതിജീവിക്കും. അതെന്തുമാവട്ടെ, അത് വായനാ സമൂഹം തീരുമാനിക്കേണ്ടതാണ്. ഏതായാലും നമ്മുടെ നാടിനെന്നും അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് നിയമസഭാ പുസ്തകോത്സവം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പിന്നെ ശബരിനാഥ് വ്യക്തിപരമായ ചോദ്യമാണ് ചോദിച്ചത്. അത് പറയുമ്പോൾ എനിക്ക് സത്യസന്ധമായി പറയാനുള്ളത്, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ വായനയെ മതിപ്പോടുകൂടി കാണുന്ന ഒരാളെയല്ല. ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ എത്രയോ ചെറിയൊരു ഭാഗമായിരിക്കും വായിക്കാൻ കഴിയുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അക്ഷരം പഠിച്ചു വരുന്ന ആ സമയത്ത് തന്നെ വായിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നു. ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കാലത്ത് കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, കാൻഫെഡ് എന്ന് പറയുന്നൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ അതിൻ്റെ ഒരു എളിയ പ്രവർത്തകനായിരുന്നു. അപ്പോൾ അത് അനൗപചാരിക വിദ്യാഭ്യാസമാണ്. അക്ഷരാഭ്യാസമില്ലാത്തവരെ അക്ഷരം പഠിപ്പിക്കുന്ന ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് പോലെയാണ് അതുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നവസാക്ഷരരായ ആളുകൾക്ക് വായിക്കാൻ വേണ്ടിയുള്ള പുസ്തകങ്ങളൊക്കെ അന്ന് ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്ന പുസ്തകങ്ങൾ ഏറിയ പങ്കും അങ്ങനെയുള്ള പുസ്തകങ്ങളാണ്. അത് വളരെ ലളിതമായിരിക്കും, സുന്ദരമായിരിക്കും, അക്ഷരം പഠിച്ച് തുടങ്ങുന്നവർക്ക് വായിക്കാനുള്ളതാണ്. പക്ഷേ കുട്ടികൾക്കല്ല. എങ്കിലും അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ സാഹിത്യകൃതികൾ അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ നവസാക്ഷരരായ മുതിർന്നവർക്കെന്ന പോലെ കുട്ടികൾക്കും ആസ്വാദ്യകരമായ പുസ്തകങ്ങളായിരുന്നു. അതിൻ്റെ രൂപകൽപ്പനയൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായി വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഈ കാൻഫെഡിൻ്റെ പുസ്തകമാലയിൽ ഉൾപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ്. അതാണ് സത്യത്തിൽ വായനാ ലോകത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ വായന മുൻപോട്ട് വരുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ, കാഴ്ചപ്പാടുകളൊക്കെ രൂപപ്പെട്ടു വരുന്നതിന് വായന വളരെ സഹായകരമാകും. അതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഒരു പുസ്തകം സത്യത്തിലൊരു വാതിലാണ്. അതൊരു പുതിയ ലോകത്തേക്ക് നമ്മളെ ആനയിക്കും. പുതിയ ലോകങ്ങളിലേക്ക് തുറന്നു വെച്ച വാതിലുകളാണ് ഓരോ പുസ്തകവും. ഒരു പുസ്തകം വായിച്ച് അവസാനിക്കുമ്പോഴേക്ക് നമ്മൾ മറ്റൊരാളായി മാറിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഒരു പുസ്തകം വായിക്കാൻ ആരംഭിക്കുന്ന ആളല്ല ആ പുസ്തകം വായിച്ച് കഴിയുമ്പോഴുള്ള ആൾ. ആ ആൾ മാറിയിട്ടുണ്ടാവും. അയാളുടെ വീക്ഷണങ്ങളിൽ, കാഴ്ചപ്പാടുകളിൽ, മനോഭാവത്തിൽ, സങ്കല്പങ്ങളിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. ചിലത് നമ്മളെ സ്വാധീനിക്കും, ചിലത് നമ്മുടെ ഗതിയെ നിർണ്ണയിക്കുക തന്നെ ചെയ്യും. അടിമുടി മാറുമെന്നല്ല, പക്ഷേ ഒരു പുസ്തകം വായിച്ച് കഴിയുമ്പോഴേക്ക് ആ അനുഭവം, ആ വായനാനുഭവം നമ്മളെ സ്വാധീനിക്കും. വളരെ ചെറിയ തോതിലെങ്കിലുമുള്ള ഒരു മാറ്റം നമ്മളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. മറ്റൊന്ന്, ഒരു പുസ്തകം 2 പേർ വായിക്കുമ്പോൾ അത് 2 പുസ്തകമായിട്ട് മാറുകയും ചെയ്യും. അതായത് ഇപ്പോൾ MTയുടെ 2-ാം ഊഴം ഞാൻ വായിച്ചതുപോലെ ആവില്ല ഒരു പക്ഷേ ശബരിനാഥ് വായിക്കുന്നത്. നമ്മൾ വായിക്കുമ്പോൾ എഴുത്തുകാരൻ്റെ സൃഷ്ടി വായനക്കാരൻ്റെ കൂടി കാഴ്ചപ്പാടുകൾക്കനുസൃതമായി രൂപഭാവങ്ങൾ കൈക്കൊള്ളുന്നതായിട്ട് രൂപപ്പെടുകയും ചെയ്യും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അങ്ങനെയെല്ലാമുള്ള
ജാലവിദ്യകളുടേതായ ഒരു ലോകം കൂടിയാണ് വായനയുടെ ലോകം. ആ ലോകം നമ്മളെയെല്ലാം കൂടുതൽ പുതിയ മനുഷ്യരാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ മലയാളികളിൽ നല്ലൊരു പങ്ക് വായനക്കാരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായി വായിക്കുന്നവരാണെന്നാണ് ഈ പുസ്തകമേളകളുടെയൊക്കെ വിജയം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. എനിക്ക് ശബരിനാഥിനോട് ചോദിക്കാനുള്ളത്, ശബരിനാഥ് ഒരു പ്രത്യേക ഘട്ടത്തിൽ രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത ഒരാളാണ്. അപ്പോൾ ശബരിനാഥും നല്ല വായനക്കാരാണ്. ശബരിനാഥിൻ്റെ ചില ഇൻ്റർവ്യൂകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. മുൽക്ക് ആനന്ദിനെക്കുറിച്ചും മറ്റുമൊക്കെ പറഞ്ഞ ചില അഭിപ്രായങ്ങൾ ഞാൻ കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ശബരിനാഥ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനായതുകൊണ്ട് തന്നെ, ഞാൻ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല, ഇവിടെ കോൺഗ്രസ്സുകാർക്ക് ഒരുപാട് പേരുണ്ട്, കോൺഗ്രസ്സിൽ വായനാശീലമുള്ളവർ കുറവാണെന്ന് പൊതുവേ കോൺഗ്രസ്സുകാർ പറയാറുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ വളരെ വ്യത്യസ്തനായ ഒരാളായിരുന്നു ബഹുമാന്യനായ ജി കാർത്തികേയനെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായനാശീലത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വായനാ ലോകത്തിൻ്റെ വൈപുല്യത്തെക്കുറിച്ചുമൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന ചില ആളുകൾ തന്നെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്കും വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ടായിരുന്ന ആളാണ് ശ്രീ ശബരിനാഥൻ്റെ പിതാവ്. അദ്ദേഹം വളരെ സ്നേഹവാത്സല്യത്തോടു കൂടിയാണ് ഞാൻ പിന്നെ അത് തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളുടെ ഒരു ചർച്ചാവേദിയാക്കി ഇത് മാറ്റുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ശബരിനാഥിൻ്റെ വായന അനുഭവങ്ങൾ ആരംഭിക്കുന്നത് ഒരുപക്ഷെ ബഹുമാന്യനായ ശ്രീ ജി കാർത്തികേയൻ്റെ ഒരു വായനാ പരിസരത്ത് നിന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? കോൺഗ്രസ്സുകാർക്ക് വായന കുറവാണെന്നുള്ളത് ഒരു നിർമ്മിതിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ആഴത്തിൽ പഠിച്ചെഴുതിയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവാണ്. അത് നമ്മൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആണെങ്കിലും എല്ലാം. അതുകൊണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ തലമുറയിലും വായനയും എഴുത്തും ഒക്കെ കുറവാണ് രാഷ്ട്രീയക്കാർക്ക്, കുറഞ്ഞു വരുന്നൊരു സമയമാണ്. പക്ഷേ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു വായനയുടെ പരിസരം ആരംഭിക്കുന്നത്, അതിൻ്റെ ഒരു കാരണം ഓബ്വിയസ്ലി അച്ഛനൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിലും അമ്മ ഒരു കോളേജ് അധ്യാപികയുമായതുകൊണ്ടാണ്. എൻ്റെ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു വായന ഓർമ്മ എന്ന് നോക്കുകയാണെങ്കിൽ, എല്ലാ പത്രവും വരും. രാഷ്ട്രീയക്കാരൻ്റെ വീടായതുകൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട പത്രവും എല്ലാ പാർട്ടിയുടെ 5-10 പത്രം വരും. അപ്പം കൊച്ചു കുട്ടിയായിരുന്നു ഞാൻ പത്രം വായിച്ചു തുടങ്ങുന്നത് ബാക്ക് പേജിൽ നിന്നാണ്. കാരണം സ്പോർട്സ് പേജിൽ നിന്ന് തുടങ്ങി ആദ്യം ഓർമ്മയുണ്ട്, സ്പോർട്സ് പേജ് വായിക്കും, പിന്നെ ഫസ്റ്റ് പേജ് നോക്കും, പിന്നെ സെക്കൻഡ് പേജിൽ എനിക്ക് ഓർമ്മയുണ്ട്, അത് തിരുവനന്തപുരത്ത് കേരളൗമുദിയുടെ സെക്കൻഡ് പേജിൽ ഏത് സിനിമ ഏത് തിയേറ്ററിൽ ഇറങ്ങി എന്നുള്ളത് ഞാൻ ജനിച്ചത് 83, ഒരു 88 തൊട്ട് 98 വരെയുള്ള ഏത് സിനിമയും തിരുവനന്തപുരത്ത് ഏത് തിയേറ്ററിൽ ഇറങ്ങി എന്നുള്ളത് ഇപ്പോഴും രജിസ്റ്റർഡാണ്. തമാശ പറയല്ല. അപ്പം അതൊരു ഇൻഫോർമലായിട്ടുള്ള. പക്ഷേ എനിക്ക് വായന കൂടുതൽ സീരിയസ് ആയി വന്നു തുടങ്ങിയത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ അമ്മ മലയാളം PhD എടുക്കാൻ പി വി വേലായുധൻപിള്ള സാറിൻ്റെ അടുത്ത് പോയപ്പം PV സാറിൻ്റെ അടുത്താണ് പോയത്. അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പുണ്ട്. നമ്മുടെ വീട്ടിൽ വരാറുണ്ട്, ഞാൻ നോക്കാറുണ്ട്. പക്ഷേ ആ ഒരു ഫ്രീ സമയത്തിൽ ഈ ആഴ്ചപ്പതിപ്പും അതും ഞാൻ ബാക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. അന്ന് അത് സുധീറേട്ടനൊക്കെ ഉണ്ട്. അന്ന് ഈ കോഴിക്കോടൻ്റെ റിവ്യൂ വരുന്നത് ഭാഷാഭൂഷണിയിൽ ആഴ്ചപ്പതിപ്പിലാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയതായി വായിച്ചു തുടങ്ങി. പിന്നെ അച്ഛൻ എവിടെ പോയാലും പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടിരുമായിരുന്നു. ഇപ്പം അന്നത്തെ സീരിയസ് ആയിട്ടുള്ള പുസ്തകങ്ങളും ഈവൻ അന്നത്തെ ഒരു സോഫ്റ്റ് പൾപ്പ്, ഇർവിങ് വാലസ്, സിഡ്നി ചിൽഡ്രൻ. അപ്പം ഞാൻ പണ്ട് ഞെട്ടിയിട്ടുണ്ട്. ആ ഇർവിങ് വാലസിൻ്റെയൊക്കെ പല പുസ്തകങ്ങളും, ഇപ്പോൾ ഓൾമൈറ്റി പോലത്തെ പുസ്തകങ്ങളൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള അന്നത്തെ ഒരു പൾപ്പ് ജോണറുള്ള പുസ്തകങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ കവർ പേജ് നമ്മുടെ അന്നത്തെ ഒരു മോറൽ സംവിധാനത്തിന് ശരിയായ സാധനമല്ല. അപ്പം ഈ ഡൽഹിയിൽ നിന്ന് വരുന്ന ഈ പുസ്തകങ്ങളിലൊക്കെ പുസ്തകം ഇത്രയും നല്ല ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള പുസ്തകങ്ങളായിരിക്കും. പക്ഷെ അതിനെല്ലാം കവറുകൾ കാണത്തില്ല. കാരണം കൊച്ചുകുട്ടികൾ കവർ കാണണ്ടെന്ന് വിചാരിച്ച് കവർ കീറി പൊതിഞ്ഞു വെച്ചത്. എൻ്റെ വീട്ടിൽ മാത്രം എല്ലാ വീടുകളിലും അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ അതിലേറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ വായന ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ തിരുവനന്തപുരം നഗരത്തിലും കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഈ ഒരു 80-കൾ 90-കളിൽ അതൊരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ടായിരിക്കാം റഷ്യൻ പുസ്തകങ്ങൾ മലയാളത്തിൽ വിവർത്തനം ചെയ്തു വരുമായിരുന്നു. 80s 90s ഉള്ള ആ പുസ്തകങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്, വീട്ടിലിങ്ങനെ കൊണ്ടുവരുമായിരുന്നു. അത് വായിച്ചാണ് ഞാൻ ഒത്തിരി വായന. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, വെൻ ഡാഡി വാസ് എ ലിറ്റിൽ ബോയ് എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഇവൻ നെറ്റ് തപ്പിയെ കൂടി കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വായിച്ചിട്ടുള്ള പുസ്തകം വെൻ ഡാഡി വാസ് ലിറ്റിൽ ബോയ് ആണ്. ഒരു ചെറിയ പുസ്തകമാണ്, റഷ്യൻ പുസ്തകത്തിൻ്റെ ഒരു പരിഭാഷയാണ്. അപ്പോൾ അങ്ങനെ ഒരു വായനാബോധം വന്ന് പിന്നെ ജോലിയുടെ ഭാഗമായി കുറേയേറെ രാഷ്ട്രീയം, നോൺ രാഷ്ട്രീയം,
പക്ഷേ എൻ്റെ ഒരു പ്രശ്നം, എൻ്റെ വായനയുടെ ഒരു പ്രശ്നം, ഞാനത് എൻ്റെ വൈദ്യയോട് പറയാറുണ്ട്. ഞാൻ പരത്തി വായിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു വിഷയം പിടിച്ചാൽ ഡീപ്പായിട്ട് വായിക്കുന്നതല്ല. ഞാനത് പരത്തി എനിക്ക് എല്ലാത്തിനെയും കുറിച്ച് കുറച്ചറിയാം. എൻ്റെ ഒരു ഇഷ്യൂ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത്, എനിക്ക് കുറേ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം, പക്ഷേ ആഴത്തിലുള്ള അറിവ് കുറവാണ്. ഇപ്പോൾ ഈ നിയമ പഠനത്തിൻ്റെ ഭാഗമായി കുറച്ച് ആഴത്തിൽ നിയമം പഠിക്കാൻ ശ്രമിക്കുന്നില്ലാതെ ഞാൻ എന്ത് കിട്ടിയാലും വായിക്കും. ഞാനിപ്പോൾ ഒരു എയർപോർട്ടിൽ പോകണമെങ്കിൽ വിവൻസറയും വായിക്കും, ഫെമിനയും വായിക്കും, കോസ്മോളിറ്റനും വായിക്കും, ഇക്കോണമിസ്റ്റും വായിക്കും, ഭാഷാഭൂഷണിയും വായിക്കും, നാനയും വായിക്കും. അപ്പോൾ ചെറിയ ബാലരമയും വായിക്കും. ഈ പറഞ്ഞ പോലെ ആഴ്ചപ്പതിപ്പാണെങ്കിൽ ആഴ്ചപ്പതിപ്പും വായിക്കും. സീരിയസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കും. ഒരു ജോണർ ബ്രേക്കിംഗ് വായനയാണ് എനിക്കിഷ്ടം. എനിക്കൊരു ഡീപ്പായിട്ടുള്ള ലൈക്ക് ദ വേ ഐ ടോക്ക്, ഞാൻ ഈ ഡീപ്പായി വളരെ ബ്രോഡായിട്ട് തിൻ സ്പ്രെഡായിട്ട് പോകുന്നതിൻ്റെ കാരണം എൻ്റെ തോട്ട് പ്രോസസ്സും അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും സ്വരാജൊക്കെ പല വിഷയങ്ങളെക്കുറിച്ചും ഇങ്ങനെ പല ആളുകളും, സ്വരാജ്, ദിവ്യയൊക്കെ ഉണ്ട്, വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഡീപ്പായിട്ട് പറഞ്ഞു വരുമ്പം എനിക്ക് ഭയങ്കര അസൂയാണ്. എനിക്ക് ഇത്രയും ഡീപ്പായിട്ട് പറയാൻ പറ്റുന്നില്ലല്ലോ. ഐ നോ സം തിങ്സ് അബൌട്ട് ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ ആ ഡീപ്പായിട്ടുള്ള ഒരു നോളജ് ഗെയിൻ ചെയ്യുക എന്നുള്ള വലിയൊരു ലക്ഷ്യം കൂടി വായനയ്ക്കുണ്ട്. എനിക്കിവിടെ ചോദിക്കാനുള്ളൊരു കണ്ടിന്യൂവേഷൻ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഞാനും സ്വരാജും ഒക്കെ അടങ്ങുന്ന നമ്മുടെയൊക്കെ രാഷ്ട്രീയങ്ങൾ, ഒരു ലെഫ്റ്റ് ഓഫ് സെൻറ്റർ രാഷ്ട്രീയങ്ങൾ നേരിടുന്നൊരു പ്രശ്നമാണ്. നമ്മളൊക്കെ ഇപ്പോൾ സ്കൂളിൽ പഠിച്ച അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച, നമ്മൾ കൂടുതൽ ആളുകളും പഠിച്ച സമയത്ത് നമ്മുടെയൊക്കെ ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ഹിസ്റ്ററി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഇപ്പോൾ റൊമീല ഥാപ്പറിൻ്റെ പുസ്തകങ്ങളായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ചരിത്രം പഠിച്ചാണ് ഒരു വളരെ ന്യൂട്രലായിട്ടുള്ള, ഒരുപക്ഷെ വലതു നിരീക്ഷകർ ലെഫ്റ്റ് ലീനിങ് എന്ന് പറയുന്ന ഒരു ചരിത്രം പഠിച്ചാണ് നമ്മൾ എത്തിയത്. പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ഈ ജെൻസി ആകട്ടെ, മില്ലേനിയൽസ് ആകട്ടെ, അവർ ഏറ്റവും കൂടുതൽ ഫീഡ് ചെയ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെയധികം ഒരു വിഷയങ്ങളെക്കുറിച്ചുള്ള, ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു റൈറ്റ് വിങ് നിർമ്മിതി ഭയങ്കരമായിട്ട് പോകുന്നു. ഇത് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ വിൽക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ദേ ആർ ഈസി റീഡ്സ്, ദേ ആർ ഗുഡ് റീഡ്സ്. ഇപ്പോൾ സായി ദീപകിൻ്റെ പുസ്തകമാണെങ്കിലും, അല്ലെങ്കിൽ വിക്രം സമ്പത്തിൻ്റെ സവർക്കറെ കുറിച്ചുള്ള പുസ്തകമാണെങ്കിലും, അല്ലെങ്കിൽ വിക്രം സമ്പത്തിൻ്റെ ടിപ്പുവിനെ കുറിച്ചൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അത് വളരെ എൻറ്റൈസിങ് റീഡ്സാണ്. അത് വലിയ പുസ്തകങ്ങളാണെങ്കിലും വോളിയൂംസ് ആണെങ്കിലും അത് വായിക്കുമ്പോൾ അത്ര നല്ല രീതിയിൽ ഒരു റിസർച്ച് നടത്തി ഔട്ട്പുട്ട് വളരെ നല്ല ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഈ കുട്ടികൾ വായിച്ച് മനസ്സിലാക്കുന്ന പുതിയ ചരിത്രം, സായി ദീപക് പറഞ്ഞ ഭാരത് ദാറ്റ് ഇസ് നോട്ട് ഇന്ത്യ, അല്ലെങ്കിൽ അതിൻ്റെ 2ാം വേർഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാമസമുദ്രത്തിൻ്റെ പുസ്തകങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഇവിടെ നമ്മളൊരു പുസ്തകോത്സവങ്ങൾ, നമ്മുടെ രാഷ്ട്രീയ സ്വഭാവം കാരണം വലിയൊരു അലയടി ഉണ്ടാകുന്നില്ല. പക്ഷേ കേരളത്തിന് ചുറ്റും മറ്റ് സ്ഥലങ്ങളിൽ വലിയ രാഷ്ട്രീയ അലയടികൾ, അതിൽ ചുറ്റിപ്പറ്റിയുള്ള ചില നിർമ്മിതികൾ. ഉദാഹരണം, ഏറ്റവും കൂടുതൽ ടി വിയിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ഈ പുസ്തകങ്ങളുടെ റീച്ചിനെ കുറിച്ചുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ വായനയുടെ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയം കഴിഞ്ഞ കുറേ കാലമായി നമ്മളറിയാതെ ഇന്ത്യയിൽ അതൊരു വലത് രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. അതിനെ നമുക്ക് തടയാൻ എന്ത് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ശൗര്യാദൻ പറഞ്ഞു വന്നതിന് എന്നോട് പ്രതികരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ശൗര്യാദൻ സംസാരിക്കുമ്പോൾ കൗതുകത്തോടെ കേൾക്കുകയായിരുന്നു. പരന്ന വായനയെക്കുറിച്ചാണ് പറഞ്ഞത്. പരന്ന വായനയാണോ ആഴത്തിലുള്ള വായനയാണോ നല്ലതെന്നുള്ള ചോദ്യത്തിനൊരിക്കലും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കുക എളുപ്പമല്ല. അത് വായനയുടെ പല രീതികളാണ്. അപ്പോൾ എല്ലാ കാര്യത്തെക്കുറിച്ചും കുറേശ്ശെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ, തോമസ് ആൽവ എഡിസൺ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അയൽവക്കത്തുള്ള ഒരാൾ അമ്മയുമായി സംസാരിച്ചപ്പോൾ തോമസ് ആൽവ എഡിസനെ അതിനിടയിൽ പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ ഒരു കമൻറ്റ് പറഞ്ഞു അത്രേ ഈ അയൽവക്കക്കാരൻ, ഈ കുട്ടിക്ക് എല്ലാറ്റിനെയും കുറിച്ച് ഒരു സാമാന്യ ധാരണയുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ എഡിസൻ്റെ അമ്മ പറഞ്ഞു, പക്ഷെ ഒന്നിനെയും കുറിച്ച് കാര്യമായൊരു ധാരണയും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ തോമസ് ആൽവ എഡിസനാണ് എഡിസനായി മാറിയത്, ലോകത്തിൽ കണ്ടുപിടുത്തങ്ങളുടെ രാജാവായി മാറിയത്. അപ്പോൾ ഒരു എഡിസനായി മാറാനുള്ള സാധ്യത ശബരിനാഥനിൽ കാണുന്നുണ്ട്. ഞാൻ തമാശയായിട്ട് പറഞ്ഞതുള്ളൂ. പിന്നെ ഈ ഞങ്ങളുടെ സംസാരം കേട്ടിരിക്കുന്നവർക്കും എന്തെങ്കിലും ഇടയ്ക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ചേർത്ത് സംസാരിച്ച് പൂർണ്ണതയിലെത്തിക്കാൻ സാധിച്ചേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ വായന നമ്മുടെ സമൂഹത്തെ ഒട്ടൊന്നുമല്ല സ്വാധീനിക്കുക. അത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
സത്യത്തിൽ ഓരോ പുസ്തകവും ആ പുസ്തകത്തിൻ്റെ രചയിതാവിൻ്റേതെന്നതുപോലെ ആ കാലഘട്ടത്തിൻ്റെ കൂടി സൃഷ്ടിയാണ്. എല്ലാ കലാസാഹിത്യ കൃതികളും ഇനി കലാസാഹിത്യ ഉള്ളടക്കമില്ലാത്തതാണെങ്കിലും പുസ്തകങ്ങൾ കാലഘട്ടത്തിൻ്റെ സൃഷ്ടി കൂടിയാണ്. പക്ഷേ അത് ആ കാലത്തെ നവീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളിലെ അടിമത്തം, അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവുക, അടിമത്തത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവുക അമേരിക്കയെക്കുറിച്ച് തന്നെയായിരിക്കും. ആ അടിമത്തത്തിനെതിരായ ഒരു സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ രാസതുരകമായി മാറിയത് 1852 ഹാരിയറ്റ് എലിസബത്ത് ബീച്ചർ സ്റ്റോവ് എഴുതിയ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന പുസ്തകമാണ്. അതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ലൈഫ് അമംഗ് ദ ലോലിയ എന്ന് തോന്നുന്നു. ആ നോവലാണ് അമേരിക്കയിൽ അടിമത്തത്തിനെതിരായ ഒരു സാമൂഹ്യ മുന്നേറ്റത്തിന് ശക്തി പകർന്നത്. അത് കഴിഞ്ഞൊരു 10-12 വർഷമാകുമ്പോഴേക്കും അമേരിക്കയിൽ അടിമത്ത നിയമം മൂലം നിരോധിക്കപ്പെട്ടു. എന്നും കൺമുന്നിലുള്ളതാണെങ്കിലും ആ നിഷ്ഠൂരത, ആ മനുഷ്യത്വരാഹിത്യം, ആ കൊടും ക്രൂരത അത് ഇല്ലായ്മ ചെയ്യേണ്ടതാണെന്നൊരു ബോധത്തിലേക്ക് അമേരിക്കൻ ജനസാമാന്യത്തെ എത്തിച്ചത് ഈ ഒരു നോവലാണ് എന്നാണ് പറയുന്നത്. ഇത് ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല. അമേരിക്കയിൽ തന്നെ ഇത്തരം അനുഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യലിസ്റ്റ് എഴുത്തുകാരനായിരുന്ന അപ്റ്റൺ സിൻക്ലെയറുടെ 1905 പുറത്തിറങ്ങിയ നോവലാണ് ദ ജംഗിൾ എന്ന നോവൽ. അമേരിക്കയിലെ ഭക്ഷ്യ സംസ്കരണ രംഗം അതൊക്കെയാണ് അതിൻ്റെ പശ്ചാത്തലമായിട്ട് വരുന്നത്. അവിടുത്തെ തൊഴിൽ ചൂഷണം, വൃത്തിരാഹിത്യം ഇതൊക്കെ ശരിയായി വരച്ച് കാട്ടുന്നുണ്ട് ആ നോവൽ. അതിൻ്റെ തുടർച്ചയിലാണ് അമേരിക്കയിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ നിയമം ഉണ്ടാകുന്നത്. പ്യുവർ ഫുഡ് ആൻഡ് ഡ്രഗ്സ് ആക്ട് 1906 അമേരിക്ക പാസ്സാക്കുന്നത് ഈ നോവലിൻ്റെ സ്വാധീനത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെ തന്നെ മാധ്യമപ്രവർത്തകർക്കിടയിലുള്ള തെറ്റായ പ്രവണതകൾ, മഞ്ഞ പത്ര ശൈലി, അതിനെയൊക്കെ അതിശക്തമായി വിമർശിച്ചുകൊണ്ടാണ് അപ്റ്റൺ സിൻക്ലെയർ തന്നെ 1917-18 ദ ബ്രാസ് ചെക്ക് എന്നൊരു നോവൽ എഴുതുന്നുണ്ട്. അത് അമേരിക്കയിലെ ആദ്യത്തെ മാധ്യമപ്രവർത്തകർക്കുള്ള പൊതു നിയമാവലിക്ക് ജന്മം നൽകി. മാധ്യമപ്രവർത്തകർക്ക് ബാധകമായ ആദ്യത്തെ നിയമം അമേരിക്ക പാസ്സാക്കുന്നത് ഈ നോവലിൻ്റെ സ്വാധീനത്തിലാണ്. അത് സൃഷ്ടിച്ച സാമൂഹ്യ അഭിപ്രായത്തിൻ്റെ തുടർച്ചയിലാണ്. ഇങ്ങനെ ലോകമെമ്പാടും, ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാലും ജാതീയതയ്ക്കെതിരായ സാമൂഹ്യ മുന്നേറ്റത്തിന് എത്ര കരുത്തു പകർന്നതാണ് ആശാൻ്റെ കൃതികൾ. ചണ്ടാല ഭിക്ഷുകയായാലും ദുരവസ്ഥയായാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സമൂഹത്തെ മാറ്റി തീർക്കുന്നതിൽ ഇത്തരം കൃതികൾ വഹിച്ച വലിയ പങ്കുണ്ട്. റേച്ചൽ കാർസൻ്റെ സൈലൻറ്റ് സ്പ്രിംഗ് ആണ് ഒരു പുതിയ പാരിസ്ഥിതിക അവബോധം ലോകമാകെ പകർന്നു കൊടുത്തത്. ഇപ്പോൾ കീടനാശിനികളുടെ വിവേചനരഹിതമായ പ്രയോഗത്തിനെതിരായി ലോകത്തിലൊരു പാരിസ്ഥിതികാവബോധം സൃഷ്ടിച്ചെടുത്തത് ആ പുസ്തകമാണെന്നാണ് പറയുക. മലയാളത്തിലത് നിശബ്ദവസന്തം, പാടാത്ത പക്ഷികൾ എന്നൊക്കെ പേരിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്വാധീനം ചെലുത്തുന്നുണ്ട്. എന്നാൽ ഇതിനൊരു മറുഭാഗം ഉണ്ടാവും. പലതരത്തിലുള്ള അജണ്ടകളുടെ ഭാഗമായി പുറത്തിറങ്ങുന്ന പുസ്തകങ്ങളുണ്ടാവും. ഇപ്പോൾ പണ്ഡിറ്റ് നെഹ്റു ആണ് ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്, ചരിത്രം മാറ്റിമറിച്ച മഹാന്മാർ പലരും ഉണ്ടാവാം, എന്നാൽ ചരിത്രം എഴുതുന്നവരെ പോലെ ചരിത്രം മാറ്റിമറിച്ചവർ അധികം ഉണ്ടാവില്ല എന്ന് അല്പം പരിഹാസരൂപേണ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റോമില താപ്പറുടെയോ അല്ലെങ്കിൽ കൊസാംബിയുടെയോ അങ്ങനെയുള്ള നിരവധിയായ ആളുകളുണ്ട്, പ്രദീപ് ദത്ത, തപൻ ബസു, അങ്ങനെ ഒരുപാട് പേര് ഇന്ത്യ ചരിത്രത്തെ ശരിയായി വിശകലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ട്. എന്നാൽ അതിനെ ഏറ്റവും തെറ്റായ നിലയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമവും ശക്തമാണ്. ഇപ്പോൾ കേന്ദ്രഭരണാധികാരത്തിൻ്റെ കൂടി പിൻബലത്തിൽ അത്തരത്തിലുള്ള നീക്കം അതിശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഞാനും ശബരിനാഥും ഒരേ നിയമസഭാ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. ഞങ്ങൾ ഒരുമിച്ച് യാത്രയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ നിയമസഭാ കമ്മിറ്റിയുടെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഗാന്ധിനഗറിൽ പോയപ്പോൾ, അന്ന് ശബരി അത് വന്നില്ല എന്ന് തോന്നുന്നു, വരാൻ പറ്റി. ഗാന്ധിനഗറിൽ ഗാന്ധി മ്യൂസിയം ഉണ്ട്. അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങളുടെ അകമ്പടിയോടെ അവിടെ ആരംഭിച്ചതാണ്. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ സുപ്രധാനമായ മുഹൂർത്തങ്ങൾ അവിടെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. നമ്മളതൊക്കെ കണ്ടിട്ട് അവസാന ഭാഗത്തെത്തുമ്പോൾ, ഗാന്ധിജി കൊല്ലപ്പെട്ട ഭാഗത്തെത്തുമ്പോൾ വേറൊന്നുമില്ല, ഒരു ഇരുട്ട് മാത്രമാണ്. ഒരു നരേഷനുണ്ട്, ഒരു വിവരണം പശ്ചാത്തലത്തിൽ കേൾക്കാം. അതിങ്ങനെയാണ്: 1948 ജനുവരി 30 പ്രാർത്ഥനാ യോഗത്തിലെത്തിയ ഗാന്ധിജിയെ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ വെടിവെച്ചു കൊന്നു. ആ ആൾക്ക് പേരില്ല. ആരാണ് ആ ആൾ എന്ന് ഗുജറാത്ത് സർക്കാരിനോ മ്യൂസിയം അധികൃതർക്കോ അറിയില്ല.
ഇതൊരു വലിയ അജണ്ടയുടെ ഭാഗമായി വരുന്നതാണ്. നിർഭാഗ്യവശാൽ ഈ കഴിഞ്ഞ ജനുവരി 30, ഇപ്പോൾ ജനുവരി 30 വരാൻ പോവാണ്. കഴിഞ്ഞ ജനുവരി 30 മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ ഗാന്ധി അനുസ്മരണം ഗംഭീരമായി കൊടുത്തിരുന്നു. അന്ന് എഡിറ്റോറിയലും ഗാന്ധി അനുസ്മരണമായിരുന്നു. ആ എഡിറ്റോറിയലിൽ ഒരു വാചകം ഇങ്ങനെയാണ്, മുഖപ്രസംഗത്തിലൊരു വാചകം, അങ്ങനെ നമ്മൾ ഗാന്ധിജിയെ കൊന്നു എന്നാണ്. വായിക്കുന്ന ആൾ ഞെട്ടിപ്പോകും. നമ്മളോ? ആരാണ്? വായിക്കുന്ന ആളാണോ, എഴുതിയ ആളാണോ, ആരാണ് ഈ നമ്മൾ ഗാന്ധിജിയെ കൊന്നു എന്നെഴുതാൻ ഒരു മടിയും പ്രമുഖമായ ഒരു മലയാള പത്രത്തിനുണ്ടായില്ല. ആര് ഗാന്ധിയെ കൊന്നു, എന്തിനു കൊന്നു? ഇതൊരു ചോദ്യമാണ്. കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ വർഷം മാതൃഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ 2023 ജനുവരി 30 ഒരു ദീർഘലേഖനം ഉണ്ടായിരുന്നു, ഗാന്ധി അനുസ്മരണ ലേഖനം. എഴുതിയ ആളുടെ പേരൊന്നും ഞാനിപ്പോൾ അങ്ങനെ പറയുന്നില്ല. ആ ലേഖനം ആദ്യാവസാനം വായിച്ചാലും ഗാന്ധിജിയെ ആര് കൊന്നു, എന്തിനു കൊന്നു പരാമർശിക്കുന്നേയില്ല. ഇതൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നതാണെന്ന് കരുതാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്ത്, ഞാൻ 2 മലയാള പത്രങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്, ഇന്ത്യയിലെ ഒട്ടേറെ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളും ഇതേ ശൈലിയായിരുന്നു. ഗാന്ധിയെ ഗംഭീരമായി അനുസ്മരിച്ചു, പക്ഷേ ഈ ഭാഗം ഇല്ല. ഇതിൻ്റെ തുടർച്ചയായിട്ട് കാണണം, യു പിയിലിപ്പോൾ അത് ചെറിയ വാർത്തയായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്നു. കഴിഞ്ഞ വർഷം ഹൈസ്കൂളിലെ ഏതോ ഒരു ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം, രാഷ്ട്രപിതാവ് ഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ട്? ഇതായിരുന്നു ചോദ്യം. ഇതൊരു തമാശയല്ല, അതിശയോക്തിയല്ല, ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അപ്പോൾ ചരിത്രത്തെ കീഴ്മേൽ മറിക്കുന്ന, ചരിത്രത്തെ മായ്ച്ച് അവിടെ താല്പര്യാനുസൃതം കഥ രചിക്കുന്ന ഒരു രീതി ശക്തിപ്പെട്ടു വരുന്നു നമ്മുടെ രാജ്യത്ത്. അതിന് കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തിൻ്റെ പിൻബലമുണ്ട്. ആ അധികാരം ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി മാത്രമല്ല, സ്വാഭാവികമായും ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനിക്കാൻ കഴിയുന്നവരിലൂടെയൊക്കെ ഈ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. തീർച്ചയായും നിങ്ങൾ ശബരിനാഥനോട് പരാമർശിച്ച കാര്യം, അത് വളരെ ജാഗ്രതയോടുകൂടി നാം കാണേണ്ട. അതായത് പുസ്തകങ്ങൾ അതിമനോഹരമായ രൂപഭാവങ്ങളോടെ അത് തയ്യാർ ചെയ്യപ്പെടും. എന്നാൽ അതിൻ്റെ ഉള്ളടക്കം, ആ ഉള്ളടക്കത്തിൽ വിഷം പുരണ്ടിരിക്കുന്നുവോ എന്ന ജാഗ്രത വായനക്കാർ പുലർത്തുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോഴത്തെ പുതിയ നവമാധ്യമ സംവിധാനങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിൽ അതിന് ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നീക്കങ്ങളെ തുറന്നു കാണിക്കാനും കുറേ പേർ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നാം നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും മനുഷ്യരാശിയുടെയും ചരിത്രത്തെ വികൃതമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന നിക്ഷിപ്ത താല്പര്യങ്ങൾക്കെതിരായ ജാഗ്രത ഈ കാലഘട്ടത്തിലെ വായനയ്ക്ക് ഒരു മുന്നുപാധിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെന്തായാലും എനിക്ക് തോന്നുന്നു ഇവിടെ ക്രൗഡിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കുന്ന നല്ലതായിരിക്കും തോന്നുന്നു. കാരണം അഡീഷണലായിട്ട് പറയാനുള്ളത്, നേരത്തെ സുരാജ് പറഞ്ഞതിനോടൊപ്പം ഇത് വായനയിൽ മാത്രമല്ല, ഇപ്പം പത്രങ്ങളിൽ, മാധ്യമങ്ങളിൽ, ഇപ്പോൾ ലോക്സഭാ ഇലക്ഷന് മുമ്പ് പ്രധാനപ്പെട്ട ഹിന്ദി ചാനലുകളുടെ ശ്രീ മൻമോഹൻ സിംഗ് മരണപ്പെട്ട ഒരു 2 ആഴ്ചക്കുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ നിശബ്ദനായിട്ടുള്ള പ്രധാനമന്ത്രിയായിരുന്നു എന്നുള്ള ഒരു വലിയ നെറേറ്റീവാണ് 2012 മുതൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ പത്രസമ്മേളനം നടത്തിയ, ഒരിക്കൽ ആരെന്ത് ചോദിച്ചാലും മറുപടി പറയുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അത് നിന്ന് ഈ പ്രധാനമന്ത്രിയുടെ പത്രസമ്മേളനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇലക്ഷൻ സമയത്തുള്ള പത്രസമ്മേളനത്തിൽ പ്രമുഖ നടനെ കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തി, ഒരു പ്രമുഖ ഹിന്ദി നടനെ കൊണ്ട്. അപ്പം അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ, അന്ന് മൻമോഹൻ സിംഗിനെ എതിരെ ഏറ്റവും കൂടുതൽ ട്വീറ്റ് ചെയ്തുകൊണ്ടിരുന്ന അതേ സിനിമാ നടൻ 1 മണിക്കൂർ ഇൻ്റർവ്യൂവിൽ മോദിയോട് ചോദിച്ചത്, അങ്ങക്ക് മാങ്ങയാണോ ഇഷ്ടം, അതോ അല്ലെങ്കിൽ പഴമാണോ ഇഷ്ടം, അല്ലെങ്കിൽ ആ തക്നി ജാത്തി എന്ന് വെച്ചാൽ അങ്ങ് തളരാറില്ലേ. വേറൊരാൾ പറഞ്ഞത് അങ്ങ് വിശ്വഗുരുവാണ്. അത് പറയുമ്പോൾ അദ്ദേഹം വേറൊരു പത്രക്കാരൻ ഓർമ്മയായിട്ട് മോദിക്ക് വേണ്ടിയുള്ള സ്ലോഗൻ ശ്രദ്ധിക്കുകയായിരുന്നു, പ്രൈം ടൈം മീഡിയ. നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് കാണാത്തത് കൊണ്ടാണ്. മറ്റ് സ്ഥലങ്ങളുണ്ടാകുന്ന ഒരു നിർമ്മിതി, ഒരു മീഡിയ സ്പ്ലാഷ്, പുസ്തകങ്ങളിൽ പോലും സിനിമകളിൽ പോലും. ഇപ്പം അത് ജസ്റ്റ് എ പോയിന്റ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു മികച്ച സിനിമയുണ്ടായിരുന്നു, ഉറി അറ്റാക്സ്, ഉറി എന്നായിരുന്നു പേര്. ഗംഭീര സിനിമയാണ്, ഇറ്റ്സ് എ വണ്ടർഫുള്ളി ഷോർട്ട് മൂവി. പക്ഷെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉറി എന്ന് പറയുന്ന സിനിമയ്ക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുമ്പ് വന്നപ്പോൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി, ഞാൻ നെറ്റ്ഫ്ലിക്സിൽ കണ്ടതാണ്, യാമി ഗോതമൊക്കെ, ആർട്ടിക്കിൾ 370. ആസ് എ മൂവി ഇറ്റ്സ് എ ബ്രില്യൻ മൂവി. എന്ന് വെച്ചാൽ ആ പടം 2 മണിക്കൂറിൽ പെട്ടെന്ന് നമ്മൾ കണ്ടു തീർക്കും. ആക്ഷൻ ഉണ്ട്, പക്ഷെ അതിനൊരു അജണ്ട ഫുള്ളും ഉണ്ട്. അപ്പോൾ
ഒരുപക്ഷെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ നല്ലതാണെന്ന് ഉള്ളിലേക്ക് ആവാഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതുപോലത്തെ പുസ്തകങ്ങൾക്കും പ്രത്യേകിച്ച് കേരളത്തിനുമൊക്കെ വലിയ ഒരു പ്രതിരോധം സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ വിൽ ടേക്ക് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ധാരാളം വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അവിടെ മൈക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഉണ്ടോ കേട്ടോ? കൊടുക്കും. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ വിൽ ടേക്ക് കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ്. ഇരുന്ന് വെച്ചാലും നമ്മൾ ഒരു മനുഷ്യായുസ്സിൽ വായിച്ചു തീർക്കാനാവാത്തത്ര പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നോക്കി അതെങ്ങനെ തിരഞ്ഞെടുക്കുന്നു നിങ്ങളുടെ വായനയിൽ? അപ്പം നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന സൗകര്യം അനുസരിച്ച് പുസ്തകങ്ങളുടെ കുറവില്ല, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ നാട്ടിലുണ്ട്. എങ്ങനെയാണ് നല്ല വായനയ്ക്ക്, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ സ്വരാജ് സാഹു പറഞ്ഞത് ജാഗ്രത വേണമെന്ന്, ഈ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലൊരു ജാഗ്രത വേണമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ വായനയ്ക്ക് പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? എൻ്റെ അഭിപ്രായമാണെങ്കിൽ നമുക്കിപ്പോൾ പുസ്തകത്തെക്കുറിച്ച് പേര് മാത്രമല്ലല്ലോ, ഇപ്പോൾ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചും ഹ്രസ്വമായ ഒരു വിവരണമെങ്കിലും പേരിനോടൊപ്പം പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മളപ്പോൾ ആ പുസ്തകം വായിക്കാൻ കയ്യിലെടുക്കുന്നു എന്ന് കരുതുക. വായന എങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു എന്നതാണെങ്കിൽ ഞാനതിൽ സ്വീകരിക്കുന്ന ഒരേ ഒരു മാനദണ്ഡം എനിക്കിഷ്ടമാവുന്നുണ്ടോ എന്നത് മാത്രമാണ്. അതായത് ആദ്യത്തെ പേജ് വായിക്കുമ്പോൾ അടുത്ത പേജിലേക്ക് പോകണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ ഞാൻ പോകും. എനിക്ക് തോന്നുന്നില്ലെങ്കിൽ ആ പേജിൽ ആ വായന അവസാനിക്കുകയും ചെയ്യും. അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ചിലത് വായിച്ചേ പറ്റൂ, അത് ചില കാരണങ്ങളാൽ ഇത് വായിക്കണം എന്നതുണ്ടെങ്കിൽ നമ്മളതൊരു തീരുമാനത്തിൻ്റെ ഭാഗമായി വായിക്കും. അല്ലെങ്കിൽ വായനയെ മുന്നോട്ട് നയിക്കാനുള്ള ആ ഊർജം നമ്മൾ വായിച്ച ഭാഗത്തിനുണ്ടെങ്കിൽ മാത്രമാണ് ആ വണ്ടി മുന്നോട്ട് പോവുക. അതാണ് എനിക്ക് ലളിതമായിട്ട് പറയാൻ കഴിയുക. എനിക്ക് പറയാനുള്ളത്, എനിക്ക് ചില നിഷ്കർഷകളുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഓതേഴ്സിൻ്റെ പുസ്തകമാണെങ്കിൽ ഞാനത് അന്ന് തന്നെ മോഡേൺ ബുക്സിൽ പോയി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മുറാക്കമ്മയുടെ പുതിയ പുസ്തകം വന്നു, സിറ്റി ആൻഡ് സൺസെർട്ടൺ വേൾഡ്സ്. ഞാനത് അന്ന് തന്നെ വൈകിട്ട് സേനജൻ്റെ ഇവിടെ ചൊറിഞ്ഞ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇഷ്ടമുള്ളൊരു ഹാൻഡ് പിക്ക് ചെയ്തൊരു 10-15 ആൾക്കാരുടെ നിർബന്ധമായും എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാനത് വായിക്കും. പിന്നെ ഞാൻ ചില ഇഷ്ടമുള്ള തീംസിൻ്റെ പുസ്തകങ്ങൾ വായിക്കും. മറ്റ് ചിലത്, പക്ഷെ കൂടുതലും ഞാൻ വായിക്കുന്നത് കയ്യിൽ കിട്ടുന്നൊരു പുസ്തകം. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരു പുസ്തകം കൈ വരുവാണ്, എന്നാൽ പിന്നെ കൂടെ പോകുന്ന പറഞ്ഞ് കൊണ്ടുപോകുന്നതൊരു പുസ്തകങ്ങളുണ്ട്. പക്ഷെ അതിൽ ശ്രീ സ്വരാജ് പറഞ്ഞ പോലെ ഞാൻ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു മാറ്റം, പണ്ടെനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു ഞാൻ ഒരു പുസ്തകം എടുത്താൽ വായിച്ച് തീർക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ശാഠ്യം പുസ്തകങ്ങളോട് പാടില്ല എന്നുള്ളത് എനിക്കിപ്പം മനസ്സിലായി. അത് ഒരു വലിയ, ഞാനിങ്ങനെ രാവിലെ എൻ്റെ ഓഫീസ് മുറിയിൽ പോകുമ്പോൾ ഞാൻ ഈ വായിക്കാത്ത പുസ്തകങ്ങൾ ഇങ്ങനെ തുറിച്ചു നോക്കും. പിന്നെ വായിച്ചു വെച്ച പുസ്തകങ്ങളിവിടെ ഉണ്ട്. പിന്നെ പകുതി വായിച്ച പുസ്തകങ്ങൾ ഇങ്ങനെ എന്നെ ഇനി തുറക്കുമോ എന്ന് ചോദിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്നത് എനിക്കിങ്ങനെ കാണാം. പക്ഷെ അങ്ങനെയുള്ള പുസ്തകങ്ങളുടെ എണ്ണം കൂടുകയാണ്. ബട്ട് യെസ്, എനിക്കിതിൽ ഒരു കാര്യം നിങ്ങൾ പറയാനുള്ളത്, പ്രത്യേകിച്ച് മലയാളി എഴുത്തുകാർക്ക് വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിൽ ഇപ്പോൾ ആളുകൾ വായിക്കുന്നത് നമ്മുടെ മലയാളി പുസ്തകങ്ങൾ, ഇപ്പോൾ കെ ആർ മീരയുടെ ആണെങ്കിലും ശ്രീ ഹരീഷിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ടി ഡി രാമകൃഷ്ണൻ്റെ, ഫ്രാൻസിസ് ടിക്കോറയുടെ ഇംഗ്ലീഷ് പതിപ്പ് നന്നായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പെട്ടെന്നൊരു മലയാളം ന്യൂ വേവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ നല്ല രീതിയിൽ ഇംഗ്ലീഷുകാർ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് പേര് വിട്ടുപോയി, സുധീരൻ അറിയാൻ, നമ്മുടെ ഒരു മകൻ മലപ്പുറത്തുള്ള ഒരു കുട്ടി ഈ ക്രോസ്വേഡിൻ്റെ ഫസ്റ്റ് ഡെബ്യൂ സഹ്റു അല്ലേ, ബുക്കിൻ്റെ പേര് ഞാൻ പറഞ്ഞു, കൊണ്ടോട്ടിയല്ല, നമുക്കറിയാവുന്നൊരു വീട്ടിലെ പയ്യനാണ്. ഇംഗ്ലീഷ് ആദ്യമായിട്ട് എഴുതിയാണ്, നിങ്ങളുടെയൊക്കെ പ്രായം കാണത്തുള്ളൂ. ആ ബുക്ക് ഫസ്റ്റായിട്ട് ഇംഗ്ലീഷ് എഴുതിയതാണ്. ക്രോസ്വേഡിൻ്റെ ആണോ അല്ലെങ്കിൽ ഇതിൻ്റെയോ ക്രോസ്വേഡ് അവാർഡ് കിട്ടിയത്. ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഒരു വളരെ യാഥാസ്ഥിതിക മലപ്പുറത്തുള്ള ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് പോയി കുട്ടിയുടെ പുസ്തകത്തിന് ഇംഗ്ലീഷിന് അങ്ങനെ അക്സെപ്റ്റൻസ് കിട്ടിയിരിക്കുകയാണ്. ഒരുപക്ഷെ അടുത്ത പുസ്തകങ്ങളൊക്കെ ഹാർപ്പറും വലിയ ജഗനോട്ടും ഒക്കെ വാങ്ങിക്കുമായിരിക്കും. അപ്പോൾ വലിയ സാധ്യതകൾ, നിങ്ങൾ ആശയങ്ങളുള്ള ആളുകളാണെങ്കിൽ, എഴുതുന്ന ആളുകളാണെങ്കിൽ വലിയ സാധ്യതകൾ. നിങ്ങളത് മലയാളത്തിൽ എഴുതിയാലും നിങ്ങളുടെ കോണ്ടൻറ്റ് നല്ലതാണെങ്കിൽ അത് നല്ല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ എനിക്ക് തോന്നി പോസ്റ്റ് കോവിഡ് ഈ മലയാളം മൂവി നമ്മൾ ശരിക്കും നന്ദി പറയേണ്ടത് ഈ OTT-കളോടാണ്.
OTT മലയാള സിനിമ കണ്ട് മലയാളം കൾച്ചർ ഇഷ്ടപ്പെട്ട് മലയാളം പുസ്തകങ്ങൾ, എൻ്റെ ഫ്രണ്ട്സ് തന്നെ മലയാളികളും VJ ജെയിംസൺ, ആൻറ്റി ക്രൈസ്റ്റ് ഒക്കെ വാങ്ങിച്ച ആളുകൾ ഇതുപോലത്തെ പുസ്തകങ്ങളുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പം പണ്ടൊരു പക്ഷേ സിനിമ കഥ വാസ് റൈഡിങ് ദ എന്താ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ എഴുത്ത് വേവാണെങ്കിൽ ഇന്ന് നമ്മുടെ സിനിമയുടെ പുറകിൽ വലിയ രീതിയിലുള്ള അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതാൻ കഴിയുന്നവർ എഴുതുക, നല്ലതാണെങ്കിൽ അതിൻ്റെ റീച്ച് നിങ്ങൾ പണ്ടത്തെക്കാളും ഒക്കെ വലിയ റീച്ചാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ആ ഒരു സഹോദരൻ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതാണ്. വെരി ഷുവർ ദാറ്റ് വരുന്ന സമയങ്ങളിൽ മലയാളത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട ശബ്ദങ്ങളിലൊന്നായിട്ട് പേര് മാറുകയും ചെയ്യും. ആ പേര് ഇപ്പോൾ എനിക്ക് ഓർക്കാൻ കഴിയാത്തത് വളരെ വിഷമമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ കേരളത്തിൽ അക്രമ രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന ഒരു സമയമാണ്. വായന ഇല്ലാത്തതാണോ ഈ അക്രമ രാഷ്ട്രീയം വളരാൻ കാരണം? ഉത്തരം കിട്ടിയേക്കൊള്ളാം. ആരോടാ ചോദിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഒന്ന്, അക്രമ രാഷ്ട്രീയം എന്നുള്ളത് വളരെ പഴയൊരു എന്താ പറയുക, ഇന്ന് വേണ്ടത്ര പ്രസക്തി ഇല്ലാത്തൊരു പ്രയോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ അങ്ങനെ പൊതുവായി വിലയിരുത്തുമ്പോൾ ഒരു അക്രമത്തിൻ്റെ ഒരു അതിപ്രസരം രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടോ? അത് സത്യസന്ധമായി നിങ്ങൾ പരിശോധിക്കും. തീർത്തും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചിലയിടങ്ങളിലുണ്ടാവും. എന്നാൽ സൂക്ഷ്മമായ ഒരു പരിശോധന നടത്തിയാൽ, ഇപ്പോൾ 57 മുതൽ ഇങ്ങോട്ട്, കേരളം 56 മുതൽ ഇങ്ങോട്ട് ഒരു കാലഗണന എടുക്കുക നമ്മൾ, കേരളത്തിൻ്റെ ചരിത്രം, ഈ കാലയളവിനെ ദശാബ്ദങ്ങളായി തിരിച്ച് നമ്മളിങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അക്രമ സംഭവങ്ങൾ, കൊലപാതകങ്ങൾ, അതിപ്പോൾ വർദ്ധിച്ചു വരികയാണോ ചെയ്തിട്ടുള്ളത്, കുറയുകയാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്, ഒരു സംശയവുമില്ല. 2015 മുതൽ 2025 വരെയുള്ള വർഷം, ആ 10 കൊല്ലം, അതിന് മുൻപുള്ള 10 വർഷത്തേക്കാൾ രാഷ്ട്രീയ സംഘടനകളും കൊലപാതകങ്ങളും കുറഞ്ഞൊരു കാലമാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് തെറ്റായ പല പ്രചാരവേലകളും ഉണ്ട്. ആ കൂട്ടത്തിലൊന്നാണ് ഇവിടെ ഭയങ്കര അക്രമ രാഷ്ട്രീയമാണ് എന്നുള്ളത്. അല്ല, ഇവിടെ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും 2 പ്രതിനിധികൾ വളരെ സൗഹൃദത്തോടു കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെയൊരു അക്രമത്തിൻ്റെ പശ്ചാത്തലം ഇപ്പോൾ ഇല്ല. എന്നാൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഒറ്റപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അതിൻ്റേതായ ചില പരിസരങ്ങളുണ്ടാവും. നമുക്ക് ആശയപരമായിട്ടുള്ള സമരത്തിന് തന്നെ മുൻതൂക്കം കൊടുത്ത് അക്രമ സംഭവങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക തന്നെയാണ് വേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമം എല്ലാവരും ഏറ്റെടുക്കേണ്ടതായിട്ടുമുണ്ട്. ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് പറയുമ്പോൾ ഇതിൻ്റെ ഒരു വാൽഭാഗം മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ളൂ. പക്ഷേ നമ്മുടെ സമൂഹത്തിലിപ്പോൾ അക്രമങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തപ്പെടുന്നത്, സ്വീകരിക്കപ്പെടുന്നു? ഇപ്പോൾ സിനിമയെക്കുറിച്ച് ശബരിനാഥൻ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. സമീപകാലത്ത് മലയാളത്തിലും മറ്റ് ഭാഷകളിലും ഇറങ്ങിയ കൂടുതൽ സ്വീകരിക്കപ്പെട്ട സിനിമകളുടെ എല്ലാം ഒരു മുഖ്യ പ്രമേയം എന്താണ്? വയലൻസ് അല്ലാതെ എന്താണ്? അതെത്ര ഹൃദയശൂന്യമായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ചിത്രീകരണത്തിൻ്റെ പ്രശ്നമല്ല, ഏറ്റവും സാങ്കേതിക തികവോടെയാണ്, ഏറ്റവും സാങ്കേതിക തികവോടെ കൊടും ക്രൂരമായ കാര്യങ്ങൾ, കൊടും ക്രൂര കൃത്യങ്ങൾ ദൃശ്യം മികവോടെ അവതരിപ്പിക്കപ്പെടുകയാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു സിനിമ കണ്ടു. അത് മലയാള സിനിമയല്ല, ഒരു തമിഴ് സിനിമയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ അഭിനയിച്ച ഒരു തമിഴ് സിനിമ. ഒരാളുടെ തല വെട്ടി കളയുകയാണ്. പച്ചയായ ഒരു മനുഷ്യൻ്റെ തല വെട്ടുന്നു, ഒരു തല അറ്റ് തെറിച്ചു പോകുന്നു, തല ഇല്ലാത്ത ശരീരം, ഇതൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ കണ്ണിറുകി അടച്ചു. അത് കഴിഞ്ഞ് ഒരു തെല്ലിട കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ഒരു അച്ഛനും മകനും വളരെ ആവേശത്തോടെ പോപ്കോൺ തിന്ന് കൊണ്ട് ഇത് ആസ്വദിക്കുകയാണ്. ഹിംസയ്ക്ക് വലിയ സ്വീകാര്യത നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ടോ? ഒരു സംശയമാണ്. വയലൻസ് ഏറ്റവും കൂടുതൽ അവതരിപ്പിക്കപ്പെടുന്ന സിനിമകൾ കൂടുതൽ സ്വീകരിക്കപ്പെടുന്നുണ്ടോ? ഹിംസയോടൊരാഭിമുഖ്യം, ദൈനംദിന ജീവിതത്തിൽ ചിലപ്പോൾ ഹിംസയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഹിംസയോടുള്ള ഒരു ആഭിമുഖ്യം കൂടി വരുന്നുണ്ടോ? അത് നമ്മളൊരു സ്വയംവിമർശനപരമായ പരിശോധന നടത്താവുന്നതാണ്. അത് രാഷ്ട്രീയ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടൊന്നുമല്ല, പൊതുവെ നമ്മുടെ കലാരംഗത്തും മറ്റുമെല്ലാമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഇപ്പോൾ പേരും കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ
കുറച്ച് നാൾ മുമ്പ് യാത്ര ചെയ്തപ്പോൾ ഒരു ആളുടെ പടത്തിൻ്റെ കൂടെ ഒരു സിംഹത്തിൻ്റെ കൂടി പടം വെച്ചിട്ട് സിംഹമാണ് ഈ പടത്തിലുള്ള ആൾ എന്ന വിശേഷണത്തോടുള്ള അടിക്കുറിപ്പൊക്കെ കണ്ടു. അപ്പോൾ ആ ബോർഡ് വെച്ച ആളുകൾ ആവേശത്തോടു കൂടിയാണ് ഈ ഫോട്ടോ വെക്കുന്നത്, സിംഹത്തിൻ്റെ ഫോട്ടോ ഇയാളുടെ കൂടെ വെക്കുന്നത്. ആ ആളും അത് ആസ്വദിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ സിംഹം സ്വീകാര്യതയുള്ളൊരു മൃഗമാണ്. ആളുകളെ സിംഹവുമായി താരതമ്യപ്പെടുത്തിയാൽ അത് നല്ലതാണ്, ആളുകൾ സ്വീകരിക്കും, ഇഷ്ടപ്പെടും. പുലിയും ഓക്കെയാണ്. ഇവനാൾ പുലിയാണെന്നൊരു പ്രയോഗം തന്നെ മലയാളത്തിലുണ്ട്, സിനിമയിലൂടെ വന്നതാണ്, പിന്നെ അത് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. പുലിയും സിംഹവും ഒക്കെ പൊതുവിൽ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നത് വലിയ ഹിംസയല്ലേ, ഏറ്റവും ആക്രമണോത്സുകമായ ഒരു പരിസരമല്ലേ അവർ സൃഷ്ടിക്കുന്നത്. അതേസമയം നിങ്ങൾ ആരുടെയെങ്കിലും ഒരു ചിത്രത്തിൻ്റെ കൂടെ കഴുതയുടെ പടം വെച്ച് നോക്ക്, അല്ല ഒരാളെ കഴുതയെന്ന് അഭിസംബോധന ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾ ആളൊരു പുലിയാണെന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, നിങ്ങൾ ആളൊരു കഴുതയാണെന്ന് പറഞ്ഞാലോ അടുത്താണെങ്കിൽ ചിലപ്പോൾ അടി കിട്ടും. കഴുത ഒരു ചിത്രകഥാ ചരിത്രത്തിൽ പോലും ഒരു ഹിംസ ചെയ്തിട്ടില്ല, ഉണ്ടോ? ഒരു ഈച്ചയെങ്കിലും കൊന്നൊരു കഴുതയെ ഏതെങ്കിലും ഒരു ചിത്രകഥ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും സമാധാനവാദിയായ ഒരു ജീവിയാണ്. മനുഷ്യന് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ അത് അസ്വീകാര്യമാണ്. എന്നാൽ ആ അർത്ഥത്തിൽ മനുഷ്യന് വലിയ ഉപകാരമുള്ളതല്ല ഇത്. ഞാൻ ഒരു സൂക്ഷ്മപരിശോധനയിലല്ല പറയുന്നത്, ഒരു വളരെ പുറമേ പറഞ്ഞാൽ സിംഹവും പുലിയും ഒക്കെ. ഇപ്പോഴും പുലി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആളുകൾ ഓടി ഒളിക്കും, രക്ഷപ്പെടും മലയോര മേഖലയിലൊക്കെ. പക്ഷേ ആ വിശേഷണത്തെ നമ്മൾ സ്വീകരിക്കും. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ച് വായിച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന ചില സിനിമകൾ, നമ്മുടെ നാട്ടിലെ സിനിമകൾ ഉൾപ്പെടെ മുൻപോട്ട് വെക്കുന്ന ദൃശ്യങ്ങളും ആശയവും ഒക്കെ മുൻപോട്ട് നമ്മൾ ചർച്ച ചെയ്താൽ ഹിംസയോടുള്ള ഒരു ആരാധന, അല്ലെങ്കിൽ അതിനോടുള്ളൊരു അഭിനിവേശം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നൊരു ആവേശം ഒക്കെ ഉണ്ടോ എന്നത് തെല്ല് ഭയപ്പാടോടെ നമുക്ക് ചർച്ച ചെയ്യാവുന്നൊരു വിഷയമാണ് എന്നെനിക്ക് തോന്നുന്നു. ഇങ്ങനൊരു ചോദ്യം വന്നുകൊണ്ട് ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പ്രതികരിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ അക്രമ രാഷ്ട്രീയം എന്ന പ്രയോഗത്തിന് ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ വലിയൊരു പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. തീർത്തും ഒറ്റപ്പെട്ട നിർഭാഗ്യകരമായ സംഭവങ്ങൾ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാനും സാധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനോട് എനിക്ക് ചേർത്ത് പറയാനുള്ളത് ഈ തീർത്തും ഒറ്റപ്പെട്ടെന്നുള്ള വാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അക്രമ സംഭവങ്ങൾ നടക്കുമ്പോഴാണ്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഞാനതൊരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടൊരു ഫിഗറിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം രാഷ്ട്രീയ അക്രമങ്ങൾ എന്നൊക്കെയുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ഫാക്ടറായിട്ടുള്ളതാണ്. ഞാൻ മറ്റ് സ്റ്റേറ്റുകളായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ അതിനേക്കാൾ ഒരു പടി എനിക്കിപ്പോൾ കൂടുതൽ ഒരു ഭയമുള്ളത് നമ്മുടെ ആകെ മുഴുവൻ നമ്മുടെ സമൂഹത്തിൽ ഇൻ ടോട്ടാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള വയലൻസിൻ്റെ ഒരു കൂടിവരവാണ്. നമ്മളെല്ലാ ദിവസവും ഇപ്പോൾ പത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ മുഖ്യധാരാ പത്രങ്ങളുടെയൊക്കെ തിരുവനന്തപുരത്തേക്ക് ഒരു പേജ് തന്നെ വയലൻസിന് വേണ്ടി മാത്രം വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കൊലപാതകങ്ങളുടെ അല്ലെങ്കിൽ അക്രമങ്ങളുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ, അതിൻ്റെ കാരണങ്ങൾ കേൾക്കുമ്പോൾ അതാണ് പ്രശ്നം. ഇപ്പം ഒന്ന് ലഘുവായിട്ട് പറയുകയാണെങ്കിൽ പപ്പടത്തിൻ്റെ പേരിൽ ഇവിടെ സദ്യയിൽ അടിയണമെന്നിരിക്കുകയാണ്. അതൊക്കെ ചിരിച്ച് കളയാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിലും എന്തിനക്രമം നടക്കുന്നു? അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അപ്പം എനിക്ക് അറിയാവുന്നൊരു സ്കൂളിലെ 2 +2 പിള്ളേർ തമ്മിൽ അടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അതിൻ്റെ കാരണം വളരെ ചെറുതായിട്ടുള്ള കാരണങ്ങളാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ആനിമൽ ഇൻസ്റ്റിങ്സ് കൂടുതൽ വരുന്നത് ശരിക്കും പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ സിനിമകളിലെ അക്രമം പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ അതിനകത്തൊരു ലിബറൽ സ്റ്റാൻസ് എടുക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛനെന്ന് ആകുമ്പോൾ എനിക്കും അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പക്ഷേ പറഞ്ഞു വരുന്നത് അക്രമവാസന, അക്രമത്തിനെ ആഘോഷിക്കുന്ന ഒരു വാസന ഇന്ന് കലയിലും സിനിമയിലുമുണ്ട്. അത് എല്ലാ സൗത്ത് ഇന്ത്യൻ സിനിമകൾ എന്ന് പറഞ്ഞപ്പോൾ റിലീസ് ഹിറ്റാവുന്ന എല്ലാ പടങ്ങൾക്കും ഉള്ളൊരു ബേസിക് എലമെൻറ്റ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, കന്നഡയാകട്ടെ തെലുങ്കാകട്ടെ ഇപ്പോൾ മലയാളമാവട്ടെ, അല്ലെങ്കിൽ ആ മോഡലിലേക്ക് വരുന്ന ഹിന്ദി സിനിമകളിലേക്ക് പോകണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. OTT ആണെങ്കിലും നമ്മൾ കാണുന്ന TV സീരീസ് ആണെങ്കിലും ഒക്കെ ഈ അക്രമവാസന വളർത്തുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. രാഷ്ട്രീയ അക്രമങ്ങൾ, കൊലപാതകങ്ങൾ നിൽക്കുന്നു, അത് കുറയ്ക്കേണ്ടത് തന്നെയാണ്. ഉത്തരവാദിത്വമുള്ള എല്ലാ ആളുകളും അതിലിടപെടണം. പക്ഷെ അതിനോടൊപ്പം തന്നെ ആസ് എ സൊസൈറ്റി നമ്മുടെ ഈ ഒരു ഫാസിനേഷൻ ഫോർ ക്രൈം കൂടുന്നത് ഈ അടുത്ത കാലത്ത് തന്നെ തിരുവനന്തപുരത്തുള്ള അറിയപ്പെടുന്ന ഒരു ഗാങ്സ്റ്ററിനെ കുറിച്ചുള്ള വാർത്ത നമ്മൾ കണ്ടതാണ്. ആ വാർത്ത വന്ന് 2 ദിവസം കഴിഞ്ഞ് അതേ ആളുടെ തിരുവനന്തപുരത്ത് മറ്റൊരു സ്ഥലത്തുണ്ടായ പ്രശ്നത്തെക്കുറിച്ചുള്ള വാർത്ത വളരെ കൂളായിട്ടാണ്. അപ്പോൾ അതൊക്കെ വളരെ ആരാധനയോടെ ആൾക്കാർ കാണുന്നത്. പല നേതാക്കൾ, പല ഗുണ്ടാ നേതാക്കൾ പോലും ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഉണ്ട്, നമ്മൾ ഞെട്ടും. ആരെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ
അതുകൊണ്ട് ആ ഒരു ആസ് എ സൊസൈറ്റി രാഷ്ട്രീയക്കാർ നമ്മളെല്ലാം ഉൾപ്പെടെ തന്നെ ഈ ഒരു സമൂഹത്തിൻ്റെ കൂടുതലായിട്ടുള്ള അക്രമത്തിനോടുള്ളൊരു താല്പര്യം അതെങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് എങ്ങനെ ഉൾക്കൊള്ളാൻ കൂടുതൽ എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമം രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ നടത്തേണ്ടതാണ്. അത് പല മൾട്ടി ഫെസറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് രാഷ്ട്രീയക്കാരെ കൊണ്ട് മാത്രമല്ല, പക്ഷെ നമ്മുടെ തലമുറകളിൽ സ്കൂളുകളിൽ ഒക്കെ നമ്മൾ കാണുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. പലതും വെളിപ്പൂർ എന്നൊക്കെ പറയാൻ കഴിയുകയില്ല. നമ്മൾ കേൾക്കുന്ന ഓരോ കഥകളും കാര്യങ്ങളും ഒക്കെ തന്നെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ എന്താ ചോദിക്കാൻ പറഞ്ഞായിരുന്നു? അല്ല അല്ല ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള പരിപാടി. വായനയുടെ സ്വഭാവം ലോകത്തിലൊക്കെ മാറി, പുസ്തകങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. പക്ഷേ കേരളത്തിലെ വായിക്കാനുള്ള സൗകര്യങ്ങളുടെ കാര്യത്തിൽ രാഷ്ട്രീയക്കാർ വേണ്ടത് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി പറയാനാണ് ഞാൻ വന്നത്. കാരണം ലൈബ്രറികളുടെ നിലവാരം വളരെ മോശമാണ്. നമ്മൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പലതും തിയേറ്ററുകളൊക്കെ നമുക്കുണ്ടാകും, പക്ഷേ അന്താരാഷ്ട്ര നിലവാരത്തിൻ്റെ അടുത്തെത്തുന്ന ഒരു ലൈബ്രറി പോലും കേരളത്തിൽ ഇന്നില്ല. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ബ്രിട്ടീഷ് ലൈബ്രറി, അമേരിക്കൻ ലൈബ്രറിയൊക്കെ അനുഭവിച്ചൊരു തലമുറ ഇവിടെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ലൈബ്രറികളുടെയൊക്കെ എണ്ണം കൊണ്ട് ലൈബ്രറികളിൽ വളരെ വലിയ സ്ഥാനമുണ്ടെന്ന് കേരളം വലിയ രീതിയിൽ പറഞ്ഞു നടക്കുമ്പോഴും കേരളത്തിലെ എല്ലാ പൊതു ലൈബ്രറികളുടെ അവസ്ഥ വളരെ മോശമാണ്. ഈ ഇപ്പം ശബരിനാഥ് പറഞ്ഞ പുസ്തകം ക്രോണിക്കിൾ ഓഫ് എൻ അവർ ആൻഡ് ഹാഫ് ആണ്. ആ പുസ്തകം പോലും നമ്മുടെ ലൈബ്രറിയിൽ എടുത്തെങ്കിൽ 1 വർഷം കഴിയുന്നുള്ള അവസ്ഥയാണ്. ഇതിൽ ഇടപെടുക എന്നുള്ളത് വായിക്കുന്ന രാഷ്ട്രീയക്കാരൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരായ വലിയ വായനക്കാരുള്ള ഒരു നിയമസഭ വരുമ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. വായനയ്ക്കും ലൈബ്രറിക്കുമുള്ള ഫണ്ടിങ് വളരെ കുറവാണെന്നുള്ളൊരു സത്യം ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ഇവിടെ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ലൈബ്രറികളുടെ എണ്ണം എടുത്താൽ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു പ്രദേശം നമ്മുടെ പ്രദേശമായിരിക്കും, കേരളമായിരിക്കും. ഏത് ഗ്രാമത്തിലും ഒരു ഗ്രന്ഥശാല ഇവിടെ ഉണ്ട്. അവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ എത്തുന്നതിലുള്ള കാലതാമസം യാഥാർത്ഥ്യമായി നിൽക്കുമ്പോഴും മോശമല്ലാത്തൊരു പുസ്തക സഞ്ചയവും ഉണ്ട്. എന്നാൽ ബഹുമാന്യനായ NE സുധീർ ഇവിടെ മുൻപോട്ട് വെച്ച വിമർശനത്തെ ഞാൻ ഒട്ടും വില കുറച്ച് കാണുന്നേയില്ല. കാരണം നമ്മുടെ ഗ്രന്ഥാലയങ്ങളെല്ലാം അത് തുടങ്ങിയ ഭൗതിക സൗകര്യങ്ങളിൽ മാത്രം നിൽക്കുകയാണ്. അതിലൊന്നും മാറ്റം ഉണ്ടായിട്ടില്ല. അവിടുത്തെ സൗകര്യങ്ങൾ, വായനാ അന്തരീക്ഷം അതെല്ലാം പ്രാകൃതം തന്നെയാണ്. അതുകൊണ്ട് ഉള്ള ഒരു പ്രശ്നം, വായനശാലയിലേക്ക് കടന്നു വന്ന് പുസ്തകം എടുത്തുകൊണ്ട് പോവുകയും അവിടെ ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് എല്ലായിടത്തും. പുസ്തകങ്ങൾ വാങ്ങുന്നുണ്ട് ആളുകൾ, പക്ഷേ വായനശാലയിൽ പോയി വായിക്കുന്നു, അവിടെ നിന്ന് പുസ്തകം എടുത്തുകൊണ്ട് പോകുന്നു, അതിൽ വലിയ കുറവ് വന്നിട്ടുമുണ്ട്. അദ്ദേഹം ഈ വിമർശനം മുൻപോട്ട് വെച്ചപ്പോൾ സദസ്സിൽ ഇവിടെ നന്നായിട്ട് കൈയടിക്കുകയും ചെയ്തു ആളുകൾ. അതിൻ്റെ അർത്ഥം ആ വിമർശനം അവരുകൂടി പങ്കുവയ്ക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ആധുനിക കാലത്തെ വായനാ കേന്ദ്രങ്ങൾ ആയി നമ്മുടെ വായനശാലകൾ വളരേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നു അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രചോദനമായി നമ്മുടെ ഈ പുസ്തകോത്സവം മാറും. ലോകോത്തര വായനാ കേന്ദ്രങ്ങളായി നമ്മുടെ വായനശാലകളെ മാറ്റുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളുടെ എല്ലാം ശ്രദ്ധ സ്വാഭാവികമായും അതിലുണ്ടാവും. ഞാൻ ആ വിമർശനത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഈ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഇവിടെ നിയമസഭയിൽ MLA-മാർക്കൊക്കെ അവരവരുടെ മണ്ഡലങ്ങളിൽ വായനശാലകൾക്ക് പുസ്തകം കൊടുക്കാൻ പ്രത്യേകമായ തീരുമാനങ്ങളും മറ്റും ഫണ്ട് അനുവദിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ മുൻപോട്ട് പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഈ സെഷൻ ഞങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ് സുധീരായിട്ട് പറഞ്ഞത് 100% സ്വരാജ് പറഞ്ഞതൊക്കെ കൈയടിച്ച് എനിക്ക് അംഗീകരിക്കുന്നു. അതെനിക്ക് ഒരു അഡീഷണൽ പോയിന്റ് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ഇത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ സെഷൻ ആരംഭിച്ചത് ഒരു 15 മിനിറ്റ് വൈകിയാണ്. പക്ഷെ അതുകൊണ്ട് 15 മിനിറ്റ് വൈകി അവസാനിപ്പിക്കണമെന്നില്ല. ഏറെക്കുറെ 1-2 പ്രതികരണങ്ങൾ വന്നു. മുൻകൂട്ടി ഇത് ഞങ്ങൾ തയ്യാറെടുത്തിട്ടുള്ള കാര്യങ്ങളല്ലെങ്കിലും സ്വാഭാവികമായി ചില കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. നമുക്കേതായാലും ഈ നിയമസഭാ പുസ്തകോത്സവം വരുന്ന ആളുകളിൽ കുറേ കൂടി കേരളത്തെ ആകെ ഉൾക്കൊള്ളുന്ന കൂടുതൽ പങ്കാളിത്തത്തോടു കൂടി നടത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. തുടങ്ങിയത് ശബരിനാഥാണ്, തുടങ്ങിയ ആൾ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ സുധീരേട്ടൻ പറഞ്ഞ ആ പോയിൻറ്റും സ്വരാജ് പറഞ്ഞതും നിങ്ങളുടെ കൈയടിയും ഒക്കെ ഉൾക്കൊള്ളുന്നു. അതിൽ എൻ്റെ ഒരു അഡീഷണൽ അഭിപ്രായമുള്ളത്, ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ ഒരല്പം കൂടി അവരുടെ പ്രവർത്തനം മാറ്റിപ്പിടിക്കേണ്ട ഒരു സമയമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ലൈബ്രറി കൗൺസിലിൽ അഫിലിയേഷൻ ലഭിക്കുന്നതും
അവിടെ 10 പുസ്തകം വരുന്നതും അല്ലെങ്കിൽ 2 കമ്പ്യൂട്ടർ MLA ഫണ്ടിൽ നിന്ന് വെക്കുന്നത് മാത്രമല്ല, വളരെ ഇവോൾവായിട്ട് വായന നടക്കുന്ന സമയമാണ്. ആ ഇവോൾവായ എല്ലാ കുട്ടികൾക്കും, സർക്കാർ പല കുട്ടികൾക്കും ലാപ്ടോപ്പും ഫോണും ഒക്കെ ഉണ്ട്. അതിലേക്കും എങ്ങനെ വായന എത്തിക്കുക, വീടുകളിലേക്ക് എങ്ങനെ വായന എത്തിക്കുക എന്നുള്ളൊരു പ്രവർത്തനം കൂടി ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ നടത്തി കാലാനുസൃതമായിട്ടുള്ളൊരു എവല്യൂഷൻ കൂടി വരണമെന്നുള്ള ഒരു അഭിപ്രായം കൂടി പറഞ്ഞുകൊണ്ട് ഒരു വെൽ അറ്റൻഡഡ് ഗ്യാതറിംഗ് ആണ്. MLAമാർ, രാഷ്ട്രീയ പ്രതിനിധികൾ, സമൂഹത്തിലുള്ള പ്രമുഖരടക്കമുള്ള എല്ലാവരും ഉണ്ട്. എന്തായാലും നിങ്ങളുടെ ഒരു മണിക്കൂർ നഷ്ടപ്പെട്ടില്ല എന്ന വിശ്വാസത്തോടു കൂടി, എന്തെങ്കിലും നിങ്ങൾ പഠിക്കാൻ കഴിഞ്ഞെന്ന വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ നിർത്തുന്നു. നമ്മളെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വേദി നൽകിയ KLIBF ഒക്കെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഹാവ് എ ഗുഡ് ഈവനിങ്. ശുഭരാത്രി.